എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം, അതിലുപരി എനിക്ക് അതിശയം കൂടിയായിരുന്നു കേട്ടോ. രാവിലെ സ്വാമിനിയമ്മ വിളിച്ചിട്ട് അവിടെ കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, വരണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്ന് നടക്കുന്ന മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 1-2 തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ സത്സംഗത്തിലോ അങ്ങനത്തെ പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞത് ഇന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്നായിരുന്നു. അടുത്ത ഏതാനും നിമിഷങ്ങളിലാണ് അത്ഭുതം സംഭവിച്ച് എനിക്ക് ഗുരുവായൂർക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവിടെ എത്തി മെഡിറ്റേഷനിൽ പങ്കെടുത്തു. പ്യൂരിറ്റി മെഡിറ്റേഷൻ ആയിരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള മെഡിറ്റേഷനിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. അതെങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല. ചില അനുഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. അതുപോലെ ഒന്ന് തന്നെയായിരുന്നു. പുണ്യം നിറഞ്ഞ അക്ഷയ തൃതീയ നാളിൽ അവിടെ ഇരുന്ന് അമ്മയോടും മറ്റ് ഭക്തരോടും ഒക്കെ ഒപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലാനും സാധിച്ചു. ഇതെല്ലാം അവിചാരിതമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് നാമജപമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഏതൊക്കെ രീതിയിലാണല്ലേ നമ്മളെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് ഏറ്റവും അത്ഭുതമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടിയിരുന്ന ഞാൻ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനും നിന്നു. അത് കഴിഞ്ഞ് മോഹൻജിയെ കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായി. ഞങ്ങൾ നേരെ തിരുനാവായിക്കാണ് പോയത്. അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം അവിടെ നിന്ന് തിരുനാവ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ വീട്ടിൽ പോയി. അദ്ദേഹം ശബരിമലയിലെ മുൻ മേൽശാന്തി കൂടിയായിരുന്നു കേട്ടോ. അവിടെ വെച്ചാണ് മഹാമഗത്തിൻ്റെ നേതൃനിരയിൽ നിന്ന സന്യാസി വര്യനായ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞിരുന്നു. വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നേരിട്ട് കാണുക, ബ്ലെസ്സിങ്സ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ആനന്ദം തന്നെയായിരുന്നു കേട്ടോ. താമസിയാതെ മോഹൻജിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പുണ്യാത്മാക്കളിൽ നിന്നെല്ലാം അനുഗ്രഹം ലഭിച്ചു. മഹാഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പിന്നീട് ഞങ്ങൾ തിരുനാവായ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പം ഇവരെല്ലാം ആനയിച്ച് സ്റ്റേജിലേക്ക് എത്തിച്ചു, ദീപം തെളിയിച്ചു. അവരുടെ പ്രഭാഷണങ്ങളും കേട്ട് കഴിഞ്ഞാണ് തിരിച്ച് ഗുരുവായൂരിലേക്ക് ഞങ്ങൾ പോകുന്നത്. പകർന്നു കൊടുക്കുന്ന ആത്മപ്രകാശമാണിത്. ഈ പ്രകാശം ജ്വലനം കൊള്ളട്ടെ എന്നും അറിവിൻ്റെ ബോധതലത്തിലെ എല്ലാവർക്കും നമസ്കാരം. നാവഗോവിന്ദ സ്വാമിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കേരള കുംഭമേള എന്ന വിശേഷണത്താൽ അറിയപ്പെട്ട മഹാമാഘ മഹോത്സവത്തിൻ്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് നിശ്ചയദാർഢ്യം എന്ന വാക്കിൻ്റെ അർത്ഥമെന്തെന്ന് കേരള ജനതയ്ക്ക് മാത്രമല്ല ലോകത്തിന് തെളിയിച്ചു കൊടുത്ത പ്രതീകം. വർണ്ണനകൾക്കും അപ്പുറത്തെ വശ്യമായ ഒരു വ്യക്തിത്വം കൊണ്ട് മാത്രം കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രവും അഭിമാനവും ഒരു അഹങ്കാരവും കൂടിയായി മാറിയ ആദരണീയ സംപൂജ്യ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവരുടെ ഈ വേളയിൽ ധർമ്മഭാഷണത്തിനായി ഭക്തിയാദരവോടെ ക്ഷണിക്കുകയാണ്. കേൾക്കാം. ഈ നവാമുഖത്തെ ശാന്തിയായ ഈ അക്ഷയ തൃതീയ നാളിൽ അവിചാരിതമായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഭഗവാന് കോടി കോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.